ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ ഏവർക്കും എൻ്റെ വന്ദനം പറയുന്നു. ജെറുസലേം മിഷൻ എന്ന ഇതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സഹൃദയരായിട്ടുള്ള ഏവർക്കും സ്വാഗതം അരുളുന്നു. യേശു ആര് എന്നുള്ള വിഷയത്തിൽ അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിങ്കൽ ഒന്നാം ഭാഗത്തിൽ താൻ സ്രഷ്ടാവായ ദൈവമായി ലോഗോസായി പിതാവിൻ്റെ വലങ്കരമായി പ്രവൃത്തികളുടെ ആദ്യമായി ഉളവാക്കപ്പെട്ടവനായി വെളിപ്പെട്ട് വന്നു. ദൃശ്യവും അദൃശ്യമായിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള പ്രപഞ്ച സംവിധാനങ്ങളും ഇല്ലാതെ ദൈവം മാത്രം പരിരക്ഷിച്ചിരിക്കെ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായി യേശു ജന്മമെടുത്തത് ആദാമി വർഗത്തിൻ്റെ പാപം പരിഹരിക്കുവാൻ വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായി തീരുവാൻ ആയിരുന്നു ഒരു മനുഷ്യ ജന്മം. ആ ജന്മത്തെയാണ് ലോകം ശരിയാമണ്ണം അറിയുന്നത്. ആ ജന്മം വരുവാൻ വേണ്ടി രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ടായി. കേവലം ഒരു കുഗ്രാമത്തിലല്ല ദൈവത്തിന് ജനിക്കേണ്ടത്. ആയതിനാൽ ദാനിയേൽ പറയുന്ന 7-ാം അധ്യായത്തിലെ 4-ാമത്തെ സാമ്രാജ്യമായി കാണപ്പെടുന്ന ഭയങ്കരവും ഘോരവുമായ 10 കൊമ്പുള്ള ഇരുമ്പ് പല്ലുള്ള സകലത്തെയും തിന്നുകയും തകർക്കുകയും ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയും ചെയ്യുന്ന ഒരു മൃഗമായി വെളിപ്പെട്ടി വന്ന റോമൻസിൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിൽ ടൈഗ്രീസ് നദി തടം കേന്ദ്രീകൃതമായി ഉയർന്നു വന്ന നഗരരാഷ്ട്രം പടർന്ന് പന്തലിച്ച് റോമൻ സാമ്രാജ്യമായി വളർന്ന് ആ റോമിൻ്റെ ഒരു പ്രവിശ്യയായി യഹൂദ രാജ്യം, ഇസ്രയേൽ നാട് അടങ്ങി വന്നിരുന്ന കാലത്തെ, കാരണം യഹൂദന്മാർ ആർക്കും അടിമയായിരിക്കാൻ അവരാഗ്രഹിച്ചില്ല. 10 വിധ ബാധകളിലൂടെ സംഹാര ദൂതനും കയറി ഇറങ്ങി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വന്നതായിട്ടുള്ള ഇസ്രയേൽ അടിമയാകാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ പാപം നിമിത്തം പ്രവചനം പോലെ അവരെ അടിമയായി മാറി. എങ്കിലും റോമിൻ്റേതായിട്ടുള്ള കരാള ഹസ്തങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ തൽപരരായിരുന്നു. യഹൂദനൊരു പ്രത്യേക സംവിധാനമുണ്ട്, ചിന്താഗതിയുണ്ട്, അവനൊരു ദൈവമുണ്ട്, അവന് ചില മാനദണ്ഡങ്ങളുണ്ട്, അവൻ്റെ ജീവിതത്തിന് ചില വീക്ഷണങ്ങളുണ്ട്, പ്രകൃതങ്ങളുണ്ട്. ആകയാൽ ആ തനിമ നിലനിന്ന് പോകുവാൻ യഹൂദൻ ആഗ്രഹിച്ചപ്പോൾ എത്രയും സംസ്കാര സമ്പന്നമായിട്ടുള്ള ആ യഹൂദൻ്റെ ജീവിതക്രമങ്ങളിലെ അവൻ ദൈവമുള്ളതുകൊണ്ടാണ് അവൻ അങ്ങ് ജീവിതക്രമമുണ്ട്. പ്രിയമുള്ളവർ, നമുക്ക് ദൈവമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണുകയാണ്, പണ്ടത്തെ ഒരു ജീവിതമല്ല. ഇതുപോലെ യേശു രണ്ടാമതായി ജനിച്ചു. ആ യേശുവിൻ്റെ മനുഷ്യജന്മത്തെ ഏറ്റുവാങ്ങി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പുതിയ ജന്മം പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു രണ്ടാം ജന്മമായി തീരാം. അതാണ് പുതുമനുഷ്യനെ ധരിക്കുക, യേശുവിനെ ധരിക്കുക എന്നുള്ളത്. അങ്ങനെ യേശു മനുഷ്യജന്മം എടുത്തു. റോമൻ സാമ്രാജ്യത്തിൽ യേശു ജനിക്കുവാൻ ഇടയായി തീർന്നു. അത് ലോകമെമ്പാടും അറിഞ്ഞു. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും അതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ അവിടെ മീഖ 5:2 പ്രകീർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ചെറുതാണെന്ന് തോന്നിയിരുന്നാലും പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ഒന്നുമായി തീർന്നിട്ടില്ല. എന്തെല്ലാം സാധ്യതകൾ ഉണ്ടായിരുന്നു, എല്ലാം തകർന്നടിഞ്ഞു പോയി. ഇനി ഒരു രക്ഷയുമില്ല എന്ന് ചിന്തിച്ചാലും ഇതാ നഗരം ഉയർന്നു വന്നതുപോലെ ഗലീലയിൽ നിന്ന്, നസ്രത്തിൽ നിന്ന്, ഗലീലയെ ചെറുതായിട്ട് കണ്ടു, നസ്രത്തിനെ ചെറുതായിട്ട് കണ്ടു. എന്നാൽ ദൈവപുത്രൻ്റെ സാന്നിധ്യത്താൽ ആ ഗ്രാമവും നഗരവുമെല്ലാം പടർന്ന് ലോകത്തിൽ ആരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഉന്നതമായ പട്ടണങ്ങളായി വന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനാൽ ഈ ദൈവത്തിൻ്റെ മനുഷ്യജന്മത്തെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നുള്ളത് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക. യേശുവിൻ്റെ മൂന്നാം ജനനം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വസ്ത സാക്ഷിയും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും മരിച്ചവരിൽ ആദ്യജാതനുമായവൻ. നോക്കുക, മരിച്ചവൻ ആദ്യജാതനായി ആ കല്ലറത്തോട്ടത്തിലെ വിഷണയായി ഒരു സ്ത്രീ കരയുകയാകും.
അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ചില സ്ത്രീകളോട് വന്നിരുന്നു. അവരെ വളരെയധികം ഭയചകിതരാകേണ്ട സ്ഥാനത്തെ അവരുടെ ഭയമെല്ലാം മാറി നാഥനോടുള്ള ആ പരിലാളനത്താൽ, ആ സ്നേഹസമ്പന്നതയാൽ അവർ യേശു എന്ന ആ നാഥനെ തിരഞ്ഞ് അവർ ശവം കാണുവാൻ ആ കല്ലറത്തോട്ടത്തിൽ വരികയായിരുന്നു. ആ കല്ലറത്തോട്ടത്തിൽ വന്നപ്പോൾ അവർ ചിന്തിച്ചില്ല, പടയാളികളോടെ ഉണ്ട്, റോമ ഗവൺമെൻറ് മുദ്ര വെച്ച കല്ലറയാണ്, അവിടെ ചെല്ലുവാൻ അടുക്കുവാൻ ഒക്കത്തില്ല. പലരും പോയ സ്ഥാനത്തെ ഒരു സ്ത്രീ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. നസ്രത്തിലെ മറിയയ്ക്ക് വന്ദനം ദൂതൻ്റെ ലഭിച്ചതുപോലെ കരഞ്ഞുകൊണ്ട് നിന്നത് കല്ലറത്തോട്ടത്തിൽ കരഞ്ഞുകൊണ്ട് നിന്നതായിട്ട് സ്ത്രീക്കും ഇതാ ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകുകയാണ്. അവൻ തോട്ടക്കാരനെ നിരൂപിച്ചു. അവനെ സമീപിച്ചിട്ട് പറയുന്നു, അവനെ എവിടെ വെച്ചുകൊണ്ട് യേശുവിനെ എവിടെ വെച്ചുകൊണ്ട് പോയി പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊള്ളാം. ആ നിന്നതാരാകുന്നു? മറിയേ. പ്രിയമുള്ളവരെ, നമ്മൾ കരഞ്ഞാൽ തോട്ടക്കാരനെന്ന് തോന്നി, പക്ഷെങ്കിൽ യേശു ആയിരുന്നു അവിടെ നിന്നിരുന്നത്. റബൂനി എന്ന് പറഞ്ഞ് അവൾ ഓടിച്ചെല്ലുകയാകുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീക്ക് പ്രത്യക്ഷമാകുന്നു. എത്രയോ യുഗങ്ങളുടെ കാലഗതിയിൽ കാലചക്രം തിരിഞ്ഞ് കറങ്ങി സംഭവബഹിരമായിട്ടുള്ള ലോക ചരിത്രം മുന്നേറി ഇതാ കാലത്തിൻ്റെ പൂർവ്വ സ്ത്രീയുടെ സന്തതിയായി വന്നവന് ദൂതന്മാരുടെ സാന്നിധ്യത്തിലേക്ക്, പിതാവിൻ്റെ അരികിലേക്ക് കയറി പോകേണ്ടവന് അബലയായിട്ടുള്ള സ്ത്രീയുടെ കരച്ചില് മറികടക്കാൻ കഴിയാത്തവനായി കല്ലറത്തോട്ടത്തിലെ സ്ത്രീക്ക് വേണ്ടി, മഗ്ദലേന മറിയയ്ക്ക് വേണ്ടി 7 ഭൂതങ്ങളെ പുറത്താക്കപ്പെട്ട മഗ്ദലേന മറിയം. നിങ്ങൾക്ക് യേശു വല്ലതും ചെയ്തിട്ടുണ്ടോ? യേശു എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അല്പമെങ്കിലും യേശുവിൻ്റെ സാമീപ്യം, യേശുവിൻ്റെ മൃദുസ്വരം കേൾക്കുവാൻ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിച്ചിട്ടുണ്ടോ? ഇതാ ഇവിടെ ആ മറിയത്തിന് അതിന് സാധ്യമായി. അതുകൊണ്ട് ഉയർത്തേറ്റ കർത്താവിനെ ആദ്യം കാണുവാൻ ഒരു കള്ളനെ താൻ കൂട്ടിക്കൊണ്ട് പോയി. ഇന്ന് നീ എന്നോട് പരീക്ഷയിൽ ഇരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആരും ചെയ്യാത്ത കാര്യം ഒരു നേതാവ് ചെയ്യുമോ? അങ്ങനെ ആരെങ്കിലും അപ്രകാരം ഒരാളെ കൂട്ടിക്കൊണ്ട് പോകുമോ? അവരുടെ പ്രത്യേകമായിട്ടുള്ള ആ വലിയ അധികാര തലത്തിലേക്കോ, വിരുന്ന് ശാലയിലേക്കോ, അവരുടെ ആ വലിയ സിംഹാസനത്തിൻ്റെ അരിയിലേക്കോ, മണിമന്ദിരങ്ങളിലേക്കോ ആരെയും കൊണ്ടുപോകുമോ? ഇതാ നോക്കുക, മറിയയ്ക്ക് പ്രത്യക്ഷമായിട്ട് മാത്രമാകുന്നു സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിഞ്ഞത്. സ്തോത്രം. നിങ്ങളുടെ കരച്ചിൽ അറിയുന്ന കർത്താവുണ്ട്, ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിയുന്ന കർത്താവുണ്ട്. മരിച്ചവരിൽ ആദ്യജാതൻ, അനേക പുത്രന്മാരെ വിശ്വസിക്കുന്നവരെ ജീവങ്കലേക്ക് നടത്തുവാൻ അവൻ മരണത്തെ ജയിച്ച് ആദ്യജാതനായ യേശുവിൻ്റെ 3ാമത്തെ ജനനമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പുരുമുള്ളവരെ, യേശു മരണത്തെ ജയിച്ചവരാകുന്നു. ആകയാൽ യേശുവിൻ്റെ മരണത്തെ തടയുവാൻ സാത്താൻ പരീക്ഷണത്തിൽ ശ്രമിച്ചതുപോലെ ഗത്സമന തോട്ടത്തിങ്കൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമെന്ന് താൻ വിലപിച്ചു. തൻ്റെ മരണം ക്രൂശിലാകാതിരിക്കാൻ സാത്താൻ കഴിവത് നോക്കി. എന്നാൽ ഇവിടെ ഇത് കല്ലറ ഉറപ്പാക്കിക്കൊണ്ട് ഉയർപ്പിനെ തടയുവാൻ നോക്കി. നോക്കുക, അവൻ ആദിയിൽ ലൂസിഫറായിരുന്നു, സൗന്ദര്യപൂർണനായിരുന്നു, ജ്ഞാനപൂർണനായിരുന്നു. അവനെ എന്നും ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ദൈവത്തോട് അടുപ്പമുള്ളവരെ തെറ്റിച്ച് കളയുവാൻ, ദൈവിക പദ്ധതികളെ തകിടം പറിക്കുവാൻ യഹൂദ ഗോത്രത്തിലെ സന്തതിയായി അവൻ വരുമെന്നുള്ളതിനാൽ യഹൂദയെ ഇല്ലാതാക്കുവാൻ നോക്കി. ആ യഹൂദൻ്റെ സകലവിധമായിട്ടുള്ള സംഭവഗതികൾക്കും അവൻ പാപത്തിൻ്റെ പാനപാത്രങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ട് യഹൂദനെ ജാതികളോട് ഇടകലർത്തിക്കൊണ്ട് സ്ത്രീയുടെ സന്തതിയായി യേശു വരാതിരിപ്പാൻ അവനാകുന്ന സകലവിധമായിട്ടുള്ള നയങ്ങളും തന്ത്രങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചുവെങ്കിലും ഇതാ യേശു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവാകുന്നു. ആകെ നിങ്ങൾ യേശുവിനോട് എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഇപ്പോഴോ അവിടുന്ന് തൻ്റെ വിശുദ്ധ രക്തവുമായി ഹാബിൻ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന തൻ്റെ സ്വന്തം രക്തവുമായി മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം ശാലേം രാജാവായി ഇപ്പോഴിതാ താൻ നമുക്ക് വേണ്ടി മുഴുവൻ മാനവരാശിക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു.
പിതാവിൻ്റെ സന്നിധിയിലെ ആകാശത്തിൽ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു, ഈ ക്രിസ്തുവിന് എത്രയും വേഗം രണ്ടാമത് പ്രത്യക്ഷനാകും. യേശുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്ക് യേശുവിൻ്റെ മൂന്നാം ജനനം നമ്മളെ ജീവനിലേക്ക് നടത്തുവാൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങളിത് ഏറ്റെടുക്കുക. യേശുവിനോട് സ്വർഗ്ഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. ആകെ ഈ മൂന്നാം ജനനം, മരിച്ചതിൽ നിന്നും ആദ്യ ജാതൻ, ഇത് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ